റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിലെ ഒരു വലിയ ചുവടുവയ്പായിരിക്കുമിതെന്നും ട്രംപ് വ്യക്തമാക്കി. Want to see it stop. So I was not happy that India was buying oil, and he assured me today that they will not be buying oil from Russia. That's a big stop. Now I got to get China to do the same thing. You know, that is relatively easy compared to what we just did over the last week in the Middle East. മധു കൊട്ടാരക്കരയാണ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന്. മധു, ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിൽ ഇനി ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം വരേണ്ടതുണ്ടല്ലോ, ഇതിപ്പോൾ ട്രംപ് പറയുന്നതാണല്ലോ മധു. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഉന്മേഷ് പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നിട്ടില്ല. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വരും മണിക്കൂറുകളിൽ ഒരു ഔദ്യോഗിക പ്രതികരണം വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ത്യ റഷ്യ എണ്ണ ഇറക്കുമതി നിർത്തുമെന്ന് മോദി പറഞ്ഞതായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇന്ന് ഓവൽ ഓഫീസിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ട്രംപിന്റെ ഇത്തരം ഒരു പരാമർശം വന്നത്. ഇത് മാത്രമല്ല, മോദി തന്റെ ഒരു സുഹൃത്താണ്, ഞങ്ങൾ തമ്മിൽ വളരെ നല്ലൊരു ബന്ധമുണ്ട്. അത് മാത്രമല്ല, റഷ്യയിൽ നിന്ന് അതുകൊണ്ട് തന്നെ എണ്ണ വാങ്ങുന്നതിൽ അമേരിക്ക അത്ര ഹാപ്പി അല്ല. കാരണം 1.5 ലക്ഷത്തോളം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട യുക്രൈൻ യുദ്ധം അത് തുടരുവാൻ റഷ്യക്ക് ഇത് വലിയ തോതിൽ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് മോദി ഇന്ന് തനിക്ക് ഉറപ്പ് നൽകി. അതൊരു വലിയൊരു ചുവടുവെപ്പാണെന്നാണ് ട്രംപ് പറയുന്നത്. ഇനി ചൈനയും ഇതേ രീതിയിൽ സമ്മതിപ്പിച്ചെടുക്കണമെന്നും ട്രംപ് പറയുന്നു. ഇന്ത്യ വില കുറഞ്ഞ ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നത് അമേരിക്കയുടെ ട്രേഡ് വാർ രൂക്ഷമാക്കിയിരുന്നുവെന്നും ട്രംപ് പറയുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് മാസങ്ങളായിട്ട് ഇന്ത്യയോട് ആവശ്യപ്പെട്ടു വരികയാണെന്ന് നമുക്കെല്ലാം അറിയാം. ഓഗസ്റ്റിൽ റഷ്യൻ എണ്ണയും അതുപോലെ വാതകവും ഒക്കെ ഇറക്കുമതി ചെയ്യുന്നതിന് പിഴയായിട്ട് ഇന്ത്യക്ക് 25% അധിക തീരുവ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തു. നേരത്തെ ഒരു 25% തീരുവ ഒരു ട്രേഡ് വാറിന്റെ ഭാഗമായിട്ട് പകരച്ചുങ്കം എന്നുള്ള നിലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തലാക്കാനുള്ള ഇന്ത്യയുടെ നീക്കം യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കും. അത് മാത്രമല്ല, ട്രംപ് പറയുന്നത് യുദ്ധം കഴിഞ്ഞാൽ ഇന്ത്യക്ക് റഷ്യയിലേക്ക് എണ്ണ വാങ്ങുന്നതിനായി മടങ്ങി വരുവാൻ സാധിക്കുമെന്നും പറയുന്നു. ഉന്മേഷ്, കൃഷ്ണ. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ട്രംപിന്റെ അവകാശവാദം വരുമ്പോൾ മറ്റു ചില കണക്കുകളും കൂടി വരുന്നുണ്ട്. ഏപ്രിൽ സെപ്റ്റംബർ കാലയളവിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ എണ്ണയുടെ അളവിൽ കുറവുണ്ട്. വർഷാവർഷ കുറവ് 8.4% എന്ന വിവരങ്ങളും വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.